ഹായ്, നമുക്കിതുപോലെ തിളച്ചിരിക്കുന്ന വെള്ളത്തിൽ ഒരു പാത്രത്തിൽ ഇടിയപ്പത്തിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം. 2 തട്ടും വച്ചതിന് ശേഷം ഇതുപോലൊരു പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റ് നല്ല കഴുകി വൃത്തിയാക്കിയ പ്ലേറ്റിൽ എണ്ണ തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതുപോലെ വെച്ചിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് കൂടെ ഇതിൽ ചേർക്കാം. അതിനുശേഷം ഇടിയപ്പത്തിന് വീശപ്പത്തിനൊക്കെ റെഡിയാക്കുന്ന മാതൃകയിൽ തന്നെ നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ റെഡിയാക്കിയിട്ട് നമുക്ക് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇതുപോലെ നല്ലവണ്ണം അടച്ചിട്ട് വേകാനായിട്ട് വയ്ക്കാം. വെന്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എടുത്തിട്ട് ഈസിയായിട്ട് വരും. ഇതുപോലെ മാറ്റി അതുപോലെ തന്നെ നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഓരോ തട്ടും ഇതുപോലെ മാറ്റിയെടുക്കാം. നമുക്ക് ചിലപ്പോൾ ഇടിയപ്പം റെഡിയാക്കിയതിന് ശേഷം കുറച്ച് മാവായിരിക്കും ബാക്കി വരുന്നത്. അതിന് വീണ്ടും വയ്ക്കുന്നതിനേക്കാളും നമുക്ക് ഒരു സ്റ്റെപ്പ് തന്നെ ആ ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ ഓരോ പ്ലേറ്റിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീശപ്പവും ഇതും ഒരുപോലെ ഒരുമിച്ച് റെഡിയാവും.